നമസ്കാരം എല്ലാവർക്കും. ഉപ്പുമുളകും അനുബന്ധമായ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. എന്തായാലും ഉപ്പുമുളകും വീട്ടിലെ നമ്മളെ ഷിബു റോക്സിൻ്റെ പ്രകടനം അത്യുഗ്രനാണ്. ആ പ്രകടനങ്ങളുടെ ഒന്ന് രണ്ട് ദൃശ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി കാണിക്കുകയാണ്. എന്തായാലും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും എന്ന് ഉപ്പും പ്രേമികൾക്ക് ഒക്കെയും ഇത് ഇഷ്ടപ്പെടുമെന്നറിയാം. എന്തായാലും ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തായാലും നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് മുഴുവൻ കാണുക. തീർച്ചയായും രസകരം തന്നെയാണ്. നിങ്ങളൊക്കെ കണ്ടിരിക്കാം. എന്നാലും ഒരിക്കൽ കൂടെ കാണാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ നിങ്ങൾക്കായി ഷെയർ ചെയ്യുകയാണ്. കൊച്ചു പിള്ളേർക്ക് വരെ അറിയാം അമ്മൂമ്മ പ്രാക്ക് പലിക്കുമെന്ന്. ആറ് മോളെ എന്റെ കൂടെ കോടതി വരുമെന്ന് വരുമോ സാക്ഷി പറയാൻ? നോക്കേണ്ട മിഠായി മേടിച്ചു തരാം ചേട്ടായി. കേട്ടാ சிபு, இப்ப நீ கிளம்பிப்போம். அப்புறம் அம்மா நல்ல ஒரு முடிவா எடுப்பாங்க யோசிச்சு. இப்ப போப்பா. ஐயா, യോസിച്ച മുടിവെടുക്കാന് എന്ത് മുടിവെടുക്കാനാ? എന്തേ വല്ല ഇരിപ്പുണ്ടോ? മിണ്ടാതെ അവിടെ വന്നോണം. ഇറങ്ങി പോടാ. വിളിയടാ. തന്നേ തീരൂ നഷ്ടപരിഹാരം തന്നേ തീരൂ. 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 മിക്കവാറും കാശ് കൊടുക്കേണ്ടി വരും. ആണോ? 10ന്റെ പൈസ ഞാൻ കൊടുക്കത്തില്ല. പാറമട വീട്ടിലെ ഗുണ്ടായിസ് അവസാനിപ്പിക്കുക. തന്നേ തീരൂ നഷ്ടപരിഹാരം തന്നേ തീരൂ. തന്നേ തീരൂ നഷ്ടപരിഹാരം തന്നേ തീരൂ. ഇതിനൊത്തത്തോട് പറഞ്ഞ് മനസ്സിലാവൂലേ? പക്ഷേ ഇത് 5000 രൂപയുണ്ട്. മര്യാദയ്ക്ക് ഇത് വാങ്ങിയിട്ട് സ്ഥലം കല്ലൊക്കെ നോക്കിയേ. മിണ്ടാണ്ടിരിക്കണം ശിവ. എന്റെ അമ്മൂമ്മ ഇത് എങ്ങനെയൊന്നും ഒഴിഞ്ഞു പോട്ട്. മനുഷ്യൻ ചെവിതല അയക്കുന്നില്ല. അറിയാ, ഒരു 5000 രൂപ എടുത്തിട്ടുണ്ടേ. പിടി. 5000 രൂപയൊന്നും പോരാതെ വരും. എന്തോ? 5000 രൂപ പോരാതെ വരും. വണ്ടിക്കൂലിയൊക്കെ ഒരുപാട് ചെലവായതാ. അതിന് നിനക്കെന്ത് വണ്ടിക്കൂലി? ഇവന്മാരല്ലേ ചുവന്നോണ്ട് നടക്കണേ. അതാ പറഞ്ഞ വണ്ടിക്കൂലിയൊന്നും. ഇതിപ്പോ വാങ്ങിയിട്ട് പോകുന്നുണ്ടോ ഇല്ലയോ? ഇപ്പൊ ഇത് വാങ്ങാം, പക്ഷെ നാളെ ഇനിയും വരും. ബാക്കി പൈസയും കൂടെ വേണം. നമുക്ക് നോക്കാം. എടുക്കടാ വണ്ടി. തല പൊട്ടെ, പതുക്കെ പോട്ടെ, കട്ടറിടല്ലേ. പിന്നീന്ന് വിളിച്ച് കാശ് കൊണ്ടുപോക്കോടാ. അതെ, സത്യമുള്ള കാശ. എന്റെ സിദ്ധുമോനെ ഒട്ടകത്തെ കുളിപ്പിച്ചുണ്ടാക്കിയ കാശ. ഇതെല്ലാം പരദേവതകൾ കണ്ടോണ്ടിരിക്കുവാ. നിനക്ക് ഈ കാശ് ഒതകത്തില്ലടാ. നീയേ ഇതിന്റെ ഇരട്ടി കാശ് നിന്റെ നഷ്ടപ്പെട്ടു പോകും. ഇത് ചോനറത്തല ഭവാനിയാ പറയുന്നത്. പൊക്കോ നീ. വണ്ടി അടുപ്പിക്കടാ, വണ്ടി അടുപ്പിക്ക. താഴെ ഇറക്കോ.
പൈസ. വാങ്ങിച്ചോ, ഞാൻ മനസ്സോടെ തരുന്നതാ. ഒരു മിനിറ്റ്, എന്റെ കുറച്ച് പൈസ കൂടെ മിച്ചം ഉണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് കുമാർക്ക് വല്ല തിന്നാൻ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന പൈസയാ. ഇതും കൂടെ വെച്ചോ. എനിക്കെങ്ങും വേണ്ട നിന്റെ കാശ്. പൈസ വേണ്ടെങ്കിൽ വേണ്ട, ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുക. നേരത്തെ പ്രാവിയിലെ പ്രാക്ക് അതൊന്ന് തിരിച്ചെടുക്കാമോ?